ഇപ്പൊ പനി ഇങ്ങനെ പലതരത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. പലതരം വൈറൽ ഫീവർ, പലതരത്തിലുള്ള പനികളാണ്, പല പല പേരുകളില്, പല പല ടെസ്റ്റുകൾ, ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വരുന്ന വീടുകൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ പോയി വരുന്നവരാണെങ്കിൽ പലതരത്തിലുള്ള വൈറൽ ഫീവർ ബാധിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഈ പനി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു മേലും കൈയും വേദനയും, ചെറുങ്ങനെ ക്ഷീണവും തളർച്ചയും വിശപ്പില്ലായ്മയും ഒക്കെ തോന്നില്ലേ? ഈ അവസ്ഥയിൽ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ഈ ഔഷധയോഗം അത് പാനജലമായിട്ട് കൂടെ കൂടെ കുടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജ്വരം ബാധിക്കാതിരിക്കാൻ പോലും സാധ്യതയുണ്ട്. കാരണം ഏതൊരു ജ്വരമായാലും ഏതൊരു രോഗാവസ്ഥയായാലും ആരംഭഘട്ടത്തിലെ ഒരു ആമാവസ്ഥ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിശപ്പില്ലായ്മയും തളർച്ചയും ക്ഷീണവും മേലും കൈയൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടുന്നത്. ആമാവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ലക്ഷണങ്ങൾ. ഈ അവസ്ഥയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഔഷധയോഗം ഒരു തോയകൽപ്പനയായിട്ട്, അതായത് പലവട്ടായിട്ട് കുടിച്ചു തീർക്കുകയാണെങ്കിൽ ഈ ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും അഗ്നിബലം ഉണ്ടാക്കുന്നതിനും ജ്വരത്തിന് ശമനം ഉണ്ടാകുന്നതിനും മറ്റൊരു പ്രയോഗം കൂടെ ഉണ്ട്. അതായത് ഈ പനിക്കിടയിൽ അമിതമായിട്ട് തണ്ണീർദാഹം, വെള്ളം ദാഹം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ശമിപ്പിക്കുന്നതിനും ഈ പാനജലം ഉപയോഗപ്രദമാവും. പനി, ജ്വരം എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമല്ല കേട്ടോ, എന്തൊരു രോഗാവസ്ഥയിലും ഇതുപോലെ ക്ഷീണവും തളർച്ചയും വിശപ്പില്ലായ്മയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നീ പറയുന്ന ഔഷധയോഗം കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഔഷധയോഗം ഉപയോഗിക്കാവുന്നതാണ്. ജ്വരചികിത്സയെ പറ്റി പറയുമ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഔഷധയോഗം തന്നെയാണിത്. ഷഡംഗതോയം എന്നാണ് ഇതിന് വിളിക്കുക, സംസ്കൃതം പേര്. ആദ്യമായിട്ട് ആ ശ്ലോകം അങ്ങോട്ട് പറഞ്ഞുതരാം. ഘനചന്ദന ശുണ്ഡ്യംബു പർപ്പടോശീരസാദിതം ശീതം തേബ്യോ ഹിതം തോയം പാചനം തൃട്ട് ജ്വരാപഹ. അതായത് പചിപ്പിക്കുന്നതാണ്, ആമാവസ്ഥയെ പചിപ്പിക്കുന്നതാണ്. തൃട്ട് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള തേഴ്സ്റ്റ്, വെള്ളം ദാഹം, അതിനെ ശമിപ്പിക്കുന്നു. ജ്വരാപഹ എന്ന് പറഞ്ഞാൽ ജ്വരത്തിനെയും ശമിപ്പിക്കുന്നു. അപ്പൊ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഔഷധ ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷഡംഗം തോയം എന്നാണല്ലോ പേര്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഷട്ട് എന്ന് പറഞ്ഞാൽ 6 എന്നർത്ഥം. 6 ഔഷധ ദ്രവ്യങ്ങളാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. മുത്തങ്ങക്കിഴങ്ങ്, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം, ഇതാണ് ഈ 6 കൂട്ടം മരുന്നുകൾ. ഇത് തുല്യമായിട്ട് സമ അളവിലെടുത്തിട്ട് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ട് ഏകദേശം ഒരു 15 ഗ്രാം എടുക്കാം, മാക്സിമം 20 ഗ്രാം. അത് 2 ലിറ്റർ വെള്ളത്തിലിട്ട് ഒരു 15-20 മിനിറ്റ് സമയം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ആ ചണ്ടി അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് ഒരു 5 മണി വരെ കുറേശ്ശെ കുടിച്ചു തീർക്കുകയാണെങ്കിൽ ഈ ജ്വരത്തിന് ശമനം കിട്ടുന്നതിന്, കാഠിന്യം കുറയുന്നതിന്, ആ ക്ഷീണം തളർച്ചയൊക്കെ ഇല്ലാതാക്കുന്നതിന്, അമിതമായിട്ടുണ്ടാകുന്ന വെള്ളം ദാഹം ശമിപ്പിക്കുന്നതിന്, നീ പനിക്ക് മാത്രമല്ല ഏതൊരു രോഗാവസ്ഥയിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ തോയകൽപ്പന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.